കാര്യം. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നു. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്ന ആദ്യത്തെ പോപ്പ് എന്നുള്ള നിലയിൽ വിമോചന ദൈവശാസ്ത്രത്തിന്റെ സ്വാധീനവും അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഉണ്ടായിരുന്നു. ലോക സമാധാനത്തിന് വേണ്ടി അദ്ദേഹം ഉറച്ചു നിന്ന് വാദിച്ചിരുന്നു. വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാട്. ശരി, എല്ലാവരും അനുസ്മരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പാവങ്ങളുടെ പാപ്പ എന്നതാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മാർപ്പാപ്പമാർ സ്വതവേ സൗമ്യശീലരും അതുപോലെ തന്നെ പാവങ്ങളോട് അനുകമ്പയുള്ളവരുമാണ്. അതേ പാത തന്നെ പിന്തുടരുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയും ചെയ്തത്. 12 വർഷത്തെ അദ്ദേഹത്തിന്റെ പോപ്പ് ജീവിതത്തിന് ഇടയിൽ ശ്രദ്ധേയമായ ഒട്ടേറെ കാര്യങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും ലോക സമാധാനത്തിന് വേണ്ടിയും ചെയ്യുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞിരുന്നു. അദ്ദേഹം യാഥാസ്ഥിതികനായി സ്വയം വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ തികച്ചും പുരോഗമനവാദിയായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അദ്ദേഹത്തിന്റെ പല നിലപാടുകളിലും അത് കാണുകയും ചെയ്യും. സഭയുടെ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായി തന്നെ നിന്നുകൊണ്ട് പുരോഗമനപരമായ പല ആശയങ്ങളും സന്ദേശരൂപേണ നൽകുവാനും ഇടപെടലുകൾ നടത്തുവാനും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു. അതും അനുസ്മരിക്കുന്നവർ അത് തന്നെ വിശേഷിപ്പിക്കുകയാണ്. പാവങ്ങളുടെ പാപ്പ എന്ന പേര് അന്വർത്ഥമാക്കുകയായിരുന്നു അദ്ദേഹം സ്വയം സ്വീകരിച്ച പേര് തന്നെ അതിൽ എടുത്തു പറയേണ്ടതാണ്. ഫ്രാൻസിസ് എന്ന പേരാണ്. മറ്റു പാപ്പമാർ ആരും സ്വീകരിക്കാത്ത പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന പേരാണ്. ഫ്രാൻസിസ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത് വഴി ആദ്യമായി 266ാമത്തെ പാപ്പയായ അദ്ദേഹമാണ് ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത്. അത് പാവങ്ങളോടുള്ള ദീനാനുകമ്പ അത് അദ്ദേഹം എത്രമാത്രം പ്രകടിപ്പിക്കുന്നു എന്നതിനുള്ള ഉദാഹരണവുമായി മാറുകയായിരുന്നു. ജീവിതത്തിലും അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ലളിത ജീവിതം നയിക്കുന്നവരാണ് സ്വതവേ മാർപ്പാപ്പമാർ. അത് തന്നെ അദ്ദേഹം പിന്തുടരുകയും ചെയ്തു. പക്ഷേ മറ്റ് പാപ്പമാരേക്കാൾ വളരെ ലാളിത്യപൂർണമായ ജീവിതം നയിക്കുവാൻ അദ്ദേഹം താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു. അനാരോഗ്യം അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നുവെങ്കിലും ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അദ്ദേഹം വിശ്വാസികൾക്കൊപ്പം നിൽക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദീർഘനാളത്തെ ആശുപത്രി വാസത്തിന് ശേഷവും അദ്ദേഹം വിശ്വാസികൾക്കിടയിലേക്ക് വരാൻ താല്പര്യം കാണിച്ചത്. ഈസ്റ്റർ ദിനത്തിലും അദ്ദേഹത്തിന്റെ ഈ പ്രത്യേകത കാണാമായിരുന്നു. ആരോഗ്യം ഒട്ടും അനുവദിക്കാത്ത ദിവസമായിട്ട് കൂടി സന്ദേശം നൽകുവാൻ അദ്ദേഹം ശ്രദ്ധ കാണിക്കുകയും ചെയ്തു. വത്തിക്കാൻ ഇപ്പോൾ ഒരു സങ്കടക്കടലായി മാറിയിരിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗതനായി എന്ന വിവരം അറിഞ്ഞതോടുകൂടി വത്തിക്കാനിലേക്ക് ജനപ്രവാഹം എന്നാണ് വത്തിക്കാനിൽ നിന്ന് ഫാദർ പ്രിൻസ് അല്പസമയം മുമ്പ് പറഞ്ഞത്. ഔദ്യോഗികമായിട്ട് വത്തിക്കാൻ ന്യൂസ് വിവരം പുറത്തുവിട്ടിരുന്നു. ഇക്കാര്യം കർദിനാൾമാരുടെ സമിതിയും അല്പസമയത്തിനകം ഇക്കാര്യം ഔദ്യോഗികമായിട്ട് തന്നെ അറിയിക്കും. ഈസ്റ്ററിന് മുൻപുള്ള വ്യാഴാഴ്ച, പെസഹ വ്യാഴാഴ്ച പരമ്പരാഗത കാൽകഴുകൽ ചടങ്ങിൽ അദ്ദേഹം കുടിയേറ്റക്കാരുടെയും തടവുകാരുടെയും പാദങ്ങൾ കഴുകി ശ്രദ്ധേയനായതാണ്. മുൻപൊരിക്കൽ അദ്ദേഹം പെസഹ വ്യാഴാഴ്ച ദിവസം കാൽ കഴുകൽ കർമ്മം നിർവഹിച്ചപ്പോൾ ഈ രീതി പിന്തുടരുവാനാണ് ആഗ്രഹിച്ചത്. അതേപോലെ തന്നെ ക്രൈസ്തവരല്ലാത്തവരുടെ കാലുകൾ കഴുകിയും മാർപ്പാപ്പ ചരിത്രം സൃഷ്ടിക്കുകയുണ്ടായി. ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ യാഥാസ്ഥിതികൻ എന്ന് വിളിക്കുമ്പോഴും സ്വയം അങ്ങനെ വിളിക്കാൻ ആഗ്രഹിച്ചപ്പോഴും അദ്ദേഹം പുരോഗമനപരമായ ആശയങ്ങൾ ഉയർത്തിക്കാട്ടുവാൻ ശ്രമിച്ചിരുന്നു. മാറുന്ന കാലത്തിനൊപ്പം സഞ്ചരിക്കുവാനും സഭയെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും സഭാവിശ്വാസം മുറുകെ പിടിക്കുമ്പോഴും അദ്ദേഹം ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുവാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം അത് ലോകത്തിന് തന്നെ നഷ്ടമാണ്. കത്തോലിക്ക സഭയ്ക്ക് തീരാ നഷ്ടമാണ്. ഇനി പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള ചടങ്ങുകളിലേക്ക് വത്തിക്കാൻ പോകേണ്ടി വരും. 12 വർഷമാണ് അദ്ദേഹം പാപ്പ പദവിയിൽ ഉണ്ടായിരുന്നത്. 2013 മാർച്ച് 13 ഔദ്യോഗികമായി അദ്ദേഹം മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ദിവസം വരെ അദ്ദേഹം മാർപ്പാപ്പ പദവിയിൽ തുടർന്നു. തന്റെ തൊട്ട് മുൻഗാമികളായ ബെനഡിക്ട് 16 അതുപോലെ തന്നെ പോപ്പ് ജോൺ പോൾ 2 ഇവരെ പോലെ തന്നെ അദ്ദേഹം ജനകീയനായി തന്നെ മുന്നോട്ട് പോകുവാൻ സഭാവിശ്വാസികൾക്കിടയിൽ പ്രതീക്ഷ നൽകുവാനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുവാൻ അദ്ദേഹത്തിനും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും കഴിഞ്ഞു. ഫ്രാൻസിസിന്റെ പല നിലപാടുകളും ശ്രദ്ധേയമായിരുന്നു. അതൊട്ടേറെ ചർച്ച ചെയ്യപ്പെട്ടതുമായിരുന്നു. അർജന്റീനക്കാരനാണ് അദ്ദേഹം. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള മാർപ്പാപ്പ എന്ന രീതിയിലും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായത് യൂറോപ്പിന് പുറത്തുള്ള മാർപ്പാപ്പ എന്ന രീതിയിൽ ആ രീതിയിലും ചർച്ച ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. കാർത്തിക് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. കാർത്തിക്, വത്തിക്കാനിലെ ഇപ്പോൾ വത്തിക്കാൻ ന്യൂസിന്റെ ഔദ്യോഗിക വിവരമാണ്. ഇനി എന്തൊക്കെയാണ് അവിടുത്തെ ചടങ്ങുകൾ വത്തിക്കാനിലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ചടങ്ങുകൾ സംബന്ധിച്ച വിശദാംശം ഇനി വരേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു കോൺക്ലേവ് ഉണ്ടാകും. ആ കോൺക്ലേവിന് മുന്നോടിയായി
വത്തിക്കാന്റെ ചുമതലയുള്ള ഒരു കർദിനാലുണ്ട്. അവരായിരിക്കും ഇക്കാര്യത്തിലേക്ക് ഒരു അന്തിമ തീരുമാനമെടുക്കുക. കൂട്ടായ ഒരു തീരുമാനത്തിന് ശേഷം അത് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്ത്യൻ സമയം 11:05 കൂടിയാണ് അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ തന്നെ പേര് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ തന്റെ വഴികൾ